ചിലരുടെയൊക്കെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അതുപോലെ നിലമ്പൂരിൽ നിന്ന് പി വി അൻവർ എം എൽ എ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കുറച്ച് ദൃശ്യങ്ങൾ അയച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചിലതൊക്കെ നമുക്ക് നോക്കാൻ വയ്യാത്ത രീതിയിൽ പീഡിതമായ ദൃശ്യങ്ങളാണ്. അറ്റുപോയ അവയവങ്ങളുമായി ചില ഡെഡ് ബോഡികൾ ഈ ചാലിയാർ പുഴയ്ക്ക് സമീപം അടിഞ്ഞിട്ടുണ്ടായിരുന്നു. മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്ന കാര്യവും നിലമ്പൂരിൽ നിന്നുള്ള എം എൽ എ നമ്മളുമായി പങ്കുവച്ചു. ഇപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം കൂടി വളരെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ആഷ്മി, ഒരുപക്ഷെ ഈ അടുത്ത കാലം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടിയ ദുരന്ത ഭൂമിയായി ഈ മണ്ണ് മാറിക്കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നത്? എസ് കെ, ഉറപ്പായും കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് ദൗർഭാഗ്യവശാൽ ചൂരൽമല ദുരന്തം പോവുകയാണ്. സ്കേൻ ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു ഗ്രാമം ഒന്നാകെ വാഷ്ഡ് ഓഫ് ആയി പോയ ഞെട്ടലാണ് നാട് കേരളം ഒന്നാകെ ഉള്ളത്. സ്കേൻ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ചൂരൽമല മേഖലകളിലാണ്. ഇപ്പോഴും റെസ്ക്യൂ നടക്കുന്നത് ചൂരൽമലയിലാണ്. ഇപ്പോഴും ഈ 47 മരണമെന്ന് പറയുന്നത് ചൂരൽമലയിൽ നിന്നും പിന്നെ ചാലിയാറിലേക്ക് ഒഴുകിപ്പോയ മൃതദേഹങ്ങളുടെ കണക്ക് മാത്രമാണ് ഇതുള്ളത്. എസ് കെ, നമ്മളെ ആശങ്കപ്പെടുന്ന, നമ്മളെ ഭയപ്പെടുന്ന കാര്യം ഇതൊക്കെ ഈ ചൂരൽമല എന്ന് പറയുന്ന മേഖല ഇതിൻ്റെ ഇമ്പാക്റ്റ് മേഖല മാത്രമാണ്. ഇതിൽ യഥാർത്ഥ സംഭവം നടന്ന ഈ ഉരുൾപൊട്ടൽ നടന്ന ആ മേഖലയിലേക്ക് നമുക്ക് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് അതിപ്രധാനമാണ്. അട്ടിമല അടക്കമുള്ള മേഖലയിലേക്ക് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അങ്ങോട്ടേക്കുള്ള പാലം പൂർണ്ണമായി തകർന്നതാണ് പ്രശ്നം. ഹെലികോപ്റ്ററുകൾ അവിടെ പകുതി വഴി എത്തി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോട് അത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അതിന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കേരള ഫയർഫോഴ്സിന് കുറച്ച് ആളുകൾക്ക് അതിനുള്ളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നതല്ലാതെ ആ മേഖലയിലേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ സംഘം എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് അതിപ്രധാനം. എസ് കെ, അവിടെ 10-400 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. അവിടുത്തെ ഒരു ദൃശ്യമാണ് ആ ചെളിയിൽ കുടുങ്ങിയ ആളെ അത് നമ്മുടെ കേരള ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി. അതിനുള്ളിൽ കടന്ന സംഘത്തിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ്. ആരെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ അത് വല്ലാത്തവണ്ണം ദുഷ്കരമാണ്. സ്കേൻ, NDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും എയർഫോഴ്സിന് ഏതെങ്കിലും വിമാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു തരത്തിൽ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന അങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ അവിടെ വീടുകൾ കൂടി കിടക്കുന്ന ആളുകളെ നോക്കിയാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി ലോകത്തോട് പറയാൻ കഴിയൂ. എസ് കെ, ആഷ്മി താജ് ഇബ്രാഹിം, ചിപ്പി ബേബിയെ പോലെ കുറേ ആളുകൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ ഈ അവസരത്തിൽ നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറൊക്കെ നമ്മുടെ ശ്രദ്ധ തേടേണ്ട കാര്യമാണ്.